ഇന്ന് മൊത്തത്തിൽ ചോരക്കളിയായിരുന്നു. സംഭവം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു വാൾ ഹാങ്ങിങ് ആണ്. അതുണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ കൈമുറിയലും. അത് മാത്രമല്ല, നിങ്ങൾ ആ കണ്ടത് മാത്രമല്ലായിരുന്നു കേട്ടോ, വേറെ മുറിഞ്ഞായിരുന്നു കൈയൊന്നും ചെറുതായിട്ട്. പക്ഷെ അതിൽ നിന്ന് ചോരയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതുണ്ടാക്കുന്ന സമയത്ത് ഒരു മോഡലോ ഒരു റെഫറൻസോ ഒന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഐഡിയയിൽ ഞാൻ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഓരോന്നിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഓരോരോ ഐഡിയ വരും. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോവായിരുന്നു ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ. ഒരു കാര്യവും നോക്കാണ്ട് എൻ്റേതായ ഒരു ഐഡിയയിൽ ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്ത് ഇങ്ങനെ പോവുക. അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര വലിയൊരു മണ്ടത്തരം കാണിച്ചു. അതെനിക്ക് ഇരട്ടിപ്പണിയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യണതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിക്കുന്നത് സ്വാഭാവികമാണ്. ഞാൻ എന്ത് ചെയ്താലും അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് അത് വീണ്ടും ഇരുന്ന് എനിക്ക് തന്നെ ഇരട്ടിപ്പണിയാക്കി ഞാൻ വെക്കും. അതേപോലെ ഇതിലുണ്ട്. ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ, ആ റൗണ്ട് പോലെ ഇരിക്കുന്ന സംഭവമില്ലേ കാർഡ്ബോർഡിൻ്റെ, അത് സത്യം പറഞ്ഞാൽ വേണ്ട. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു കാർഡ്ബോർഡ് വന്നപ്പോൾ ഒരു മെനിയില്ല കാണാൻ. എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ അതൊക്കെ വീണ്ടും ഊരിപ്പണിഞ്ഞും ഞാൻ അതിന് പകരം ആ ഒരു കമ്പി തന്നെ റൗണ്ടാക്കി വെക്കുകയാണ് ഞാൻ ചെയ്തത്. ഇത് മുന്നേ ബുദ്ധിപൂർവ്വം ചെയ്തിരുന്നെങ്കിൽ ഇത് പെട്ടെന്ന് കഴിഞ്ഞേനെ. പക്ഷെ എന്ത് ചെയ്യാനാ, ആ ഒരു ബുദ്ധി എനിക്ക് ഇല്ലാണ്ടായിപ്പോയി. പിന്നെ ഇതുണ്ടല്ലോ, നേരിട്ട് കാണാനായിട്ടുണ്ടല്ലോ അടിപൊളിയാണ്. സൺലൈറ്റൊക്കെ ഉള്ളിടത്ത് തൂക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. പിന്നെ ഇപ്പോൾ സണ്ണൊന്നും ഇല്ലാത്ത കാരണം നിങ്ങൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സണ്ണൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു പിക്ചർ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലോ, ഒരു ലൈക്കൊക്കെ തരാം. അപ്പോൾ ഇനി വീണ്ടും കാണുമ്പോഴേക്കും ബൈ.